പറയാനാ നല്ല ടേസ്റ്റാണ്. ഹായ്, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വൈറലായിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ? വരും. വഴുതന കഴുകി നമുക്ക് ഇതാ ഇങ്ങനെ നമുക്ക് മുറിക്കാം. വലിയ വഴുതന ആണെങ്കിൽ ഇതിൽ നല്ലതാവും കേട്ടോ. ഇതാ ഇങ്ങനെ മുറിക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇങ്ങനെ കുറേ വരകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ വരട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരല്പം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ മതി കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാനത് ഇട്ടു എന്ന് മാത്രം. കുറച്ച് മുളക് പൊടി, അല്പം കാശ്മീരി ചില്ലി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിൻ്റെ ഹൈലൈറ്റ് അറിയണത് കുറച്ച് സുർക്കയാണ്. നമുക്ക് കുറച്ച് സുർക്കയും കൂടി ഇതിലൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഈ വഴുതനങ്ങയിൽ നമുക്ക് മസാല തേക്കാം. ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം. നല്ലപോലെ രണ്ട് ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൽ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ചോറും ഈ വഴുതനങ്ങ ഫ്രൈയും മാത്രം മതി കേട്ടോ. കറികളൊന്നും വേണമെന്നില്ല. നമുക്കിതൊന്നും കഴിച്ചു നോക്കാം. ഒന്നും പറയാനാ നല്ല ടേസ്റ്റാണ്. അടിപൊളി. എനിക്ക് നല്ല സൗണ്ട് ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.